ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് 5 പൈസ ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീക്കിലി റിപ്പോർട്ട് ആൻഡ് ഡെയിലി റിപ്പോർട്ട്, മൺഡേയിലേക്കുള്ള ഡെയിലി റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ കഴിഞ്ഞ ആഴ്ച ഇന്നലെ ഇന്ന് എല്ലാവർക്കും ഒരു മെയ് ദിന ആശംസകൾ നേർന്നുകൊണ്ട് മഹാരാഷ്ട്ര ഡേ എന്ന് പറയും, തൊഴിലാളി ദിനം എന്നൊക്കെ പറയും. എന്തായാലും മെയ് ദിനം ഫസ്റ്റ് ഡേ ആഘോഷിക്കുന്ന തിരക്കിലാണ്. മാർക്കറ്റ് ഇന്ന് ഹോളിഡേ ആയിരുന്നു. നിഫ്റ്റി ഇന്നലെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിലാണ് താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം നമ്മൾ കഴിഞ്ഞുപോയ വെള്ളിയാഴ്ചയുടെ ജെ പീരീഡിൻ്റെ ലോയുടെ ആ ഭാഗത്ത് വന്നൊരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി ആശാൻ ഈ ഒരു മൺഡേയുടെ പി ഒ സിയുടെ ഭാഗത്തെ മൺഡേ ട്യൂസ്ഡേ 2 ദിവസത്തിൻ്റെ റേഞ്ചിൻ്റെ പി ഒ സിയുടെ ഭാഗത്തേക്ക് വന്ന് അവിടെ ഒന്ന് ക്ലോസ് ആയ ദിവസമാണ്. അപ്പം വീക്കിലി നോക്കുന്ന സമയത്ത് നമ്മൾ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു ന്യൂട്രൽ വീക്കായിട്ടാണ് നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,024 അവിടെയാണ് നമ്മളെ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചിരിക്കുന്നത്, പി ഒ സി വന്ന് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 24,024 ഭാഗത്തേക്കാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ന്യൂട്രൽ വീക്കായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അതേ സമയത്ത് ബാങ്ക് നിഫ്റ്റി നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി എടുക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി ഒരു മൺഡേയിൽ ഡൗൺ ആയ നോർമൽ വേരിയേഷൻ ഡൗൺ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ക്ലോസിങ് വന്നിരിക്കുന്നത്. ന്യൂട്രൽ സ്ട്രക്ചറിലേക്ക് ബാങ്ക് നിഫ്റ്റി പോയില്ല, നിഫ്റ്റിയെ പോലെ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ അല്ലെങ്കിൽ വീക്കായിട്ടാണ് ബാങ്ക് നിഫ്റ്റി വന്നിരിക്കുന്നത്. ആ വീക്കിലിയുടെ പി ഒ സി കിടക്കുന്നത് 55,992 55,992 ഭാഗത്താണ് പി ഒ സി കിടക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 55,003 ഭാഗത്തേക്കാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. ഏകദേശം 1000 പോയിന്റ് ഡിഫറൻസിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ മിഡ് ക്യാപ്പ് നിഫ്റ്റി നോക്കുന്ന സമയത്ത് മിഡ് ക്യാപ്പ് നിഫ്റ്റി എന്താണ്, ഒരു ന്യൂട്രൽ വീക്കായിട്ടാണ്. അത് നിഫ്റ്റി ന്യൂട്രൽ വീക്കായതുപോലെ മിഡ് ക്യാപ്പ് ഒരു ന്യൂട്രൽ വീക്കായിട്ടാണ് ആശാനും ക്ലോസ് ചെയ്തേക്കുന്നത്. ഓൾമോസ്റ്റ് പറയണമെങ്കിൽ വീക്കിലി സ്ട്രക്ചർ പി ഒ സി കിടക്കുന്ന 13,957 ഭാഗത്തേക്കാണെങ്കിൽ നിഫ്റ്റി നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്ന 13,837 ഭാഗമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഒരു ന്യൂട്രൽ സെൻറ്റർ വീക്ക് ക്ലോസിംഗ് ആണ്, ന്യൂട്രൽ സെൻട്രൽ വീക്കാണ്. ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ വീക്കാണ്. നിഫ്റ്റി ഒരു മിഡ് ക്യാപ്പ് ഒരു ന്യൂട്രൽ വീക്കായിട്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്ട്രക്ചർ വൈസ് നിഫ്റ്റിയും മിഡ് ക്യാപ്പും ഒരു ന്യൂട്രൽ ആയതുകൊണ്ട് ദർ ഗോയിങ് ടു ബി എ ട്രെൻഡിങ് മൂവ്. അതായത് മാർക്കറ്റ് ഈ ഒരു വീക്കിൻ്റെ ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു രീതിയിൽ ഒരു അപ്സൈഡ് തരാനുള്ള ചാൻസ് മാർക്കറ്റിൽ കൂടുതലാണ്. അപ്പോൾ ന്യൂട്രൽ എന്ന് പറഞ്ഞ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡിങ്ങിനെ സംബന്ധിച്ച്. ആ ഒരു സ്ട്രക്ചർ പ്രകാരം മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ദർ ഗോയിങ് ടു ബി എ ട്രെൻഡിങ് ഡേ എന്നാണ് മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചറിൽ പറയുന്നത്. അപ്പം നിഫ്റ്റിയും മിഡ് ക്യാപ്പും ന്യൂട്രൽ ആയതുകൊണ്ട് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നു. അതായത് മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് തരാൻ പോകുന്നു എന്ന് അർത്ഥം. ഇനി നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റ് മിഡ് ക്യാപ്പ് ഒരു കഴിഞ്ഞ 2 ആഴ്ച ഒരു ബാലൻസ്ഡ് വീക്കായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ 13,700 പൊട്ടയാണെങ്കിൽ ഈ പി ഒ സി ആയ 13,553 അതിന് താഴെ 13,461 വരാനുള്ള ചാൻസ് ഉണ്ട്. ആ 461 പൊട്ടയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് കണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ചത്തെ 13 ഏപ്രിലിലെ വീക്കിൻ്റെ ഗ്യാപ്പായ 13,330 വരെ വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതൽ. ഇതാണ് എനിക്ക് ഡൗൺവേർഡ് പറഞ്ഞത്. അപ്വേർഡ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് 13,850 മുകളിൽ മിഡ് ക്യാപ്പ് നിൽക്കുകയാണെങ്കിൽ 13,958 അതിന് മുകളിൽ 14,010 അതിന് മുകളിൽ 14,100 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് അപ്സൈഡും കൂടുതലാണ്. ഇന്നത്തെ ഈ ഒരു വീക്കിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് മിഡ് ക്യാപ്പ് മുകളിലോട്ട് തരാനും നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇതിന് കാരണം എന്താണ്, നമ്മുടെ വെസ്റ്റ് ബംഗാൾ, ആസാം, കേരള, തമിഴ്നാട് ഈ 4 സ്റ്റേറ്റിൻ്റെയും ഇലക്ഷൻ, പോണ്ടിച്ചേരി ഈ 4 സ്റ്റേറ്റിൻ്റെ ഇലക്ഷൻസ് റിസൾട്ട് വരുന്നത് മെയ് 4-ലാണ്. സോ ഈ മെയ് 4 വരുന്ന ഇലക്ഷൻ റിസൾട്ടുകളിൽ BJP ഒരു പലയിടത്തും മെജോറിറ്റി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് റൂളിംഗ് സെൻട്രൽ പാർട്ടിക്ക് പോസിറ്റീവായിട്ടല്ല വരുന്നത്, പകരം സപ്പോർട്ടീവായിട്ട് വരുന്നൊരു വിജയമാണെങ്കിൽ മാർക്കറ്റ് ഒരു നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. മാർക്കറ്റ് ഒരു ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ഒരു ബ്രേക്ക് ഔട്ട് തരാനുള്ള ന്യൂസിന് വേണ്ടി മാർക്കറ്റ് വെയിറ്റ് ചെയ്യാണ്. അത് വരുന്നുണ്ടെങ്കിൽ
ഈ മെയ് 4 മൺഡേയിൽ തിങ്കളാഴ്ച വരുന്ന ഇലക്ഷൻ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ മൊമെൻറ്റ് വരാനുള്ള ചാൻസ് ഞാൻ കൂടുതലായിട്ട് കാണുന്നതാണ്. ഇതാണ് എന്തുകൊണ്ട് മാർക്കറ്റ് ബ്രേക്ക് വരുന്നു എന്ന് ഞാൻ പറയുന്നുള്ള കാരണം ഈ ഇലക്ഷൻ റിസൾട്ടാണ്. ഈ ഇലക്ഷൻ റിസൾട്ടിനെ ബേസ് ചെയ്തായിരിക്കും മാർക്കറ്റ് ഹെവി ആയിട്ടുള്ളൊരു മൊമെൻറ്റം തരാൻ പോകുന്ന ചാൻസ് വളരെയധികം കൂടുതൽ. ഇതാണ് ഞാൻ കൃത്യമായിട്ട് പറയാനുള്ള ഒരു കാര്യമായിട്ട് ഈ ഒരു ബ്രേക്ക് വരാനുള്ള കാര്യമായിട്ട് ഞാൻ പറയുന്ന ഒരു പ്രത്യേകിച്ച ഒരു റീസൺ പറയുന്നത്. സോ അതേ സമയത്ത് ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ആയതുകൊണ്ട് ഈ ഒരു ലോ കണ്ടല്ലോ 54,335 അല്ലെങ്കിൽ 54,300 എന്ന് പറഞ്ഞ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് സ്ട്രോങ് സപ്പോർട്ടീവായിട്ട് വർക്ക് ചെയ്യും. ആ 54,300 മാർക്കറ്റ് പൊട്ടയാണെങ്കിൽ അവൻ എങ്ങോട്ട് വരാം? ഈ ഒരു പി ഒ സി ആയ 52,200 വരെ വരാനുള്ള ചാൻസ് വീക്കിലി ബേസിസിൽ ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്. ഇല്ല അവൻ ഈ 55,340 350 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പി ഒ സി ആയ 56,000 മുകളിലും ഭാഗത്തും അതിന് മുകളിൽ 56,400 മുകളിലും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് പോകാം? കഴിഞ്ഞ വീക്കിലെ പി ഒ സി ആയ 57,307 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള അപ്സൈഡും ഡൗൺ സൈഡും വീക്കിലി റെഫറൻസ് പ്രകാരമുള്ളത്. അതേസമയം നിഫ്റ്റി പക്ക ഒരു ന്യൂട്രൽ വീക്കാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 24,200 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആഴ്ചയല്ല അതിന് മുമ്പത്തെ കഴിഞ്ഞ ആഴ്ചയുടെ പി ഒ സി ആയ 24,420 വരെ പോകാനും അതിന് മുകളിൽ 24,580 വരെ പോകാനും നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ഇല്ല 24,000 23,900 പൊട്ടയാണ് 23,800 പൊട്ടയാണെങ്കിൽ മാത്രമേ ഇനി ഒരു ഫ്രഷ് സെല്ലിംഗ് എടുക്കാവുള്ളൂ. ആ ഫ്രഷ് സെല്ലിംഗ് എങ്ങോട്ട് പോകാം? 23,560 ഭാഗത്തേക്കും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 23,100 വരെ വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 23,800 പൊട്ടയാണെങ്കിൽ നിഫ്റ്റിയിൽ സെല്ലിംഗ് ഹെവി ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അത് വേണമെങ്കിൽ എങ്ങോട്ട് കൊണ്ടുവരാം? 23,550 ഭാഗത്തേക്കും അതും പൊട്ടയാണെങ്കിൽ 23,100 വരാനുള്ള ചാൻസും നിഫ്റ്റിയെ സംബന്ധിച്ച് വീക്കിലി ബേസിൽ കൂടുതലാണ്. അപ്പം ഇതാണ് എനിക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയും മിഡ് ക്യാപ്പിൻ്റെയും ഒരു വീക്കിലി സ്ട്രക്ചറിൽ പറയാനുള്ള കാര്യം. നമുക്കിനി എന്ത് ചെയ്യാം? നാളത്തെ അതായത് തിങ്കളാഴ്ചത്തേക്കുള്ള ഡെയിലിയുള്ള ലെവൽ ട്രേഡിംഗ് പ്രകാരം നമുക്ക് വരച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കൃത്യമായിട്ട് നമുക്ക് കടക്കാം. സോ നിഫ്റ്റി ഒരു പക്ക ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് നിഫ്റ്റിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് പി ഒ സി ഒക്കെ മുകളിലോട്ട് മെർജായിട്ട് മാറിയിട്ടുണ്ട്. സോ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഇന്നലെ നമ്മളെ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഇറങ്ങി താഴേക്ക് വന്ന് S1 ഭാഗത്തൊക്കെ ഓപ്പൺ ചെയ്ത് S2 S3 എന്ന് വെച്ചിട്ട് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് പോയതാണ്. അപ്പം നമ്മളെ പി ഒ സി നിൽക്കുന്ന 24,600 ഭാഗത്തേക്കാണ് പി ഒ സി. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? 24,600 ഭാഗത്തേക്ക് നമ്മുടെ ഈ പി ഒ സി 24,406 ഭാഗത്തേക്ക് ഞാൻ ആ പി ഒ സി ഒന്ന് കൊണ്ടുവന്നു. ഇനി ഞാൻ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 24,104 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കൂ. എത്രയാണ്? 24,105 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നു. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എത്ര വരെ പോവാം? 24,165 വരെ പോകാം. എത്രയാണ്? 24,165 24,165 വരെ വരാം. സെക്കൻഡ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,200 എത്രയാണ്? 24,200 എത്രയാണ്? 24,200 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ പി ഒ സി ആയ 24,290 വരെ വരാൻ ചാൻസ്. എത്ര? 24,290 വരെ വരാനുള്ള ചാൻസ് വളരെ കുഴപ്പം. ചുരുക്കി പറഞ്ഞാൽ 24,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോവാം? 24,200 വരെ വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ഈ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 23,856 പൊട്ടയാണെങ്കിൽ ഞാൻ എന്തെടുക്കാം? സെല്ലിങ്ങിനെ കുറിച്ച് 23,856 പൊട്ടയാണെങ്കിൽ നമ്മൾ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. നമുക്ക് നിഫ്റ്റി സ്പോട്ടിൽ ഫസ്റ്റ് ടാർഗറ്റ് 23,800 എത്രയാണ്? 23,800 ഭാഗത്തേക്ക് എത്രയാണ്? 23,800 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ട്. സെക്കൻഡ് ടാർഗറ്റ് 23,755 എത്രയാണ്? 23,755 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് 23,697 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 23,856 പൊട്ടയാണെങ്കിൽ നിഫ്റ്റിക്ക് എങ്ങോട്ട് വരാം? അത് സെല്ലിങ് താഴേക്ക് ഇറങ്ങി 23,800 23,755 23,697 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി നമ്മുടെ റെഫറൻസ് ലെവലൊക്കെ പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് തന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ താഴേക്ക് ആ റെഫറൻസ് ലെവലിനൊക്കെ ഒന്ന് മാറ്റി വച്ചതിന് ശേഷം നമുക്ക് പി ഒ സിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാം. സോ ബാങ്ക് നിഫ്റ്റി ഒരു പക്ക ന്യൂട്രൽ എസ്റ്റീം അപ്പ് വിത്ത്
ഫെയിൽഡ് ഓപ്ഷൻ FA ഉണ്ട്. POC ക്ലോസ് വന്നിരിക്കുന്നത് 54,784 അവിടെയാണ് POC 54,784 ഭാഗത്തേക്ക് ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി 55,200 മുകളിൽ മാത്രമേ ബൈ എടുക്കുന്നുള്ളൂ. 55,200 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ ഉള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് നമ്മുടെ വീക്ക്ലിയുടെ പ്രൊഫൈലിൻ്റെ വാല്യൂ ഏരിയ ലോ ആയ 55,385. സെക്കൻഡ് എന്ന് പറയുമ്പം ഈ 55,545 എത്രയാണ് 55,545 555 ഭാഗത്തേക്കും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 55,720 എത്രയാണ് 55,720 55,720 എത്രയാണ് 55,720 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതൽ. അതാണ് എനിക്ക് അപ്സൈഡ് റെഫറൻസ് ലെവലായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഡൗൺ സൈഡ് റെഫറൻസ് ലെവൽ എന്ന് പറയുമ്പോൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ 54,600 പൊട്ടിയാൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. അതാണ് 54,600 പൊട്ടിയാൽ ഇന്നത്തെ വാല്യൂ ഏരിയ പൊട്ടിയാൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 54,485 54,480 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് 54,300 ഭാഗത്തേക്ക്. ഞാൻ പറഞ്ഞു 54,300 ഭയങ്കര സ്ട്രോങ് വീക്ക്ലി ബേസ് സപ്പോർട്ടാണ്. അതിന് താഴെ 54,000 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 54,300 പൊട്ടാണെങ്കിൽ 54,000 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് റെഫറൻസ് ലെവലായിട്ട് ബാങ്ക് നിഫ്റ്റിക്കും പറയാനുള്ള വ്യക്തമായിട്ടുള്ള റെഫറൻസ് കാര്യങ്ങൾ. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് നമ്മുടെ റെഫറൻസ് ലെവലൊക്കെ പൊട്ടി ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും താഴേക്ക് ഇറങ്ങി വന്ന ദിവസമാണ്. സോ ഞാൻ അതെല്ലാം കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് നോക്കേണ്ടത് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ POC വന്നേക്കുന്ന മിഡ് ക്യാപ്പ് ഒരു പക്ക ന്യൂട്രൽ ഡേറ്റ അവസാനിച്ചേക്കണം. 13,800 ഭാഗത്തേക്ക് ഞാൻ ആ POC എത്രയാണ് 13,800 ഭാഗത്തേക്ക് ആ POC ഞാനൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 13,900 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ബൈ ഉള്ളൂ. എത്രയാണ് 13,900 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 13,950 എത്രയാണ് 13,950 ഭാഗത്തേക്ക് വരാനും സെക്കൻഡ് ടാർഗറ്റ് 14,000 എന്ന് പറഞ്ഞാൽ ബിഗ് റൗണ്ട് അതായത് 14,000 ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,055 എത്രയാണ് 14,055 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. അതാണ് എനിക്ക് അപ്സൈഡ് റെഫറൻസ് ലെവലായിട്ട് പറയുന്നത്. ഇനി ഡൗൺ സൈഡ് എന്ന് പറയുമ്പോൾ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ 13,721 താഴെ ഞാൻ സെല്ലിങ് എടുക്കും. അതാണ് 13,721 താഴെ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ഇന്നലത്തെ ലോ ആയ 13,680 എത്രയാണ് 13,680 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 13,630 ഭാഗത്തേക്കും തേർഡ് ടാർഗറ്റ് 13,570 എത്രയാണ് 13,570 ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയാനുള്ള ഡൗൺ സൈഡ് റെഫറൻസ് ലെവൽസ്. ഇപ്പോൾ കൃത്യമായിട്ട് ഈ ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇതാണ് എനിക്ക് പറയുന്ന കാര്യങ്ങൾ. സോ മൺഡേയിലെ ഇലക്ഷൻ റിസൾട്ടിനെ ആ ഒരു ലെവൽ ആ ഇലക്ഷൻ റിസൾട്ട് പ്രകാരമായിരിക്കും നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ലെവൽ കൃത്യമായിട്ട് വാച്ച് ചെയ്ത് ആ റിസൾട്ടിനൊക്കെ ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ റെഫറൻസ് ലെവൽ കട്ട് ചെയ്യുന്നെങ്കിൽ ആ ട്രേഡ് സെറ്റപ്പ് എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. പിന്നെ ഒരു അറിയിപ്പ്, ഈ മെയ് 15 ഞങ്ങളുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോയെ കുറിച്ച്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് എൻ്റെ കൂടെ ലൈവായിട്ട് ഇരുന്ന് ട്രേഡ് ചെയ്യാനും കൂടെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ച് പഠിക്കാനും ഓർഡർ ഫ്ലോയെ കുറിച്ച് പഠിക്കാനും ട്രേഡിംഗ് സ്ട്രാറ്റജീസ് പഠിക്കാനും നിങ്ങൾക്കൊരു സൈക്കോളജിയെ കൺട്രോൾ ചെയ്തൊരു പ്രോഫിറ്റബിൾ രീതിയിൽ അല്ലെങ്കിൽ പ്രോഫിറ്റില്ല ലോസ് ഇല്ലാത്ത രീതിയിൽ ട്രേഡബിൾ പ്രോഫിറ്റ് സെക്കൻഡറി ലോസ് ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, ട്രേഡിംഗ് എങ്ങനെ ഒരു സ്റ്റിമുലേറ്റ് ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് മാറ്റാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ വരുന്ന മെൻറ്ററിംഗ് ആൻഡ് മെമ്പർഷിപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് തമിഴിൽ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി വീക്കെൻഡ് ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.